2024 മോഡലിൽ ഡീസൽ മാനുവൽ ആണ്, HTK ആണ് ഓപ്ഷൻ വരുന്നത്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പ്. 2019 മോഡലാണ്, 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, സിംഗിൾ ഓണർഷിപ്പിൽ. സോ സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ മാനുവൽ. ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 23 മോഡലിൽ ആംബിഷൻ ആണ്, 1 ലിറ്റർ ആണ് വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ്. കിയയുടെ സെൽറ്റോസിന്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ലോ കിലോമീറ്റർ വാഹനമാണ് വരുന്നത്. സോ അന്നത്തെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, സീറ്റ് വെന്റിലേഷൻ, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ ഫുൾ ബ്ലാക്കിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാരൻസ് ആണ്. 2022 മോഡൽ VX ആണ് ഓപ്ഷൻ വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. VX CVT ഓട്ടോമാറ്റിക് ആണ്. ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീണ്ടും ക്യാപ്സിലാണ് എത്തിയിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ ലീഡിംഗ് ബ്രാൻഡ്സിൻ്റെ SUVകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ സെൽറ്റോസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പല ജനറേഷനിൽ പല കളേഴ്സിലൊക്കെ ഉണ്ട്. അതുപോലെ സെഡാനുകൾ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. സോ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മോഡൽ കൂടിയ വാഹനങ്ങൾ, ലോ കിലോമീറ്റർ വാഹനങ്ങൾ. സോ നമുക്കൊരു പുതിയൊരു വാഹനം എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അത്രയും കോൺഫിഡൻറ്റിൽ ടെൻഷനൊന്നും ഇല്ലാതെ നമുക്ക് എടുക്കാമെന്നുള്ളതാണ്. സോ നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കുകയും ചെയ്യാം. കൂടുതൽ ലോ കിലോമീറ്റർ വിത്ത് കമ്പനി വാറണ്ടിയുള്ള വാഹനങ്ങളൊക്കെയാണ് നമ്മുടെ ക്യാപ്സിലുള്ളത്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജസ്റ്റിനാണ്. നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ക്യാപ്സിലെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്, തിരുവണ്ണൂരാണ്. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, ലൊക്കേഷൻ അയച്ചു തരും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യൂസർക്കാരന് നമുക്ക് വാറണ്ടി ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോറൂമാണ് ഏറ്റവും വലിയ അട്രാക്ഷന്. അപ്പോൾ നമ്മൾ ആ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? നമ്മളിവിടെ ഷോറൂമിൽ കൊടുക്കുന്ന വാറണ്ടി 1 year ബൈബാക്കും 1 year എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടിയാണ്. അതായത് നമ്മളതായിട്ടുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു 1 yearനുള്ളിൽ നമുക്കത് തിരിച്ചു കൊണ്ടുതരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഒരു 20% ഡിപ്രിസിയേഷനിൽ നമ്മൾ തിരിച്ചെടുക്കും വണ്ടി. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ക്യാപ്സ് കാസ് എന്ന് അടിച്ചാൽ നമുക്ക് ലൊക്കേഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് 7 സീറ്ററുകളായാലും അതേപോലെ SUVകളൊക്കെ അത്യാവശ്യം നല്ല കൺഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്കോഡയുടെ കുഷാക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് അത്യാവശ്യം നമുക്ക് പെർഫോമൻസ് ആയാലും അതേപോലെ ബോഡി സ്റ്റെബിലിറ്റി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള, അതും KL22 ട്രിവാൻഡ്രം കഴക്കൂട്ട രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്? 2022 മോഡൽ 29,000 കിലോമീറ്റർ ഓടിയത്, പെട്രോൾ ഓട്ടോമാറ്റിക്കലി ആംബിഷൻ ആണ് ഓപ്ഷൻ വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ബക്കറ്റ് സീറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ പറഞ്ഞത് 39, വെറും 39,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 11,25,000. 11,25,000 ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ട്രാക്ക് ഒക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ച് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇത് നമുക്ക് സ്കോഡയിൽ തന്നെ ഒരു സെഡാനാണ് വരുന്നത്, സ്ലാവിയ, അതും വൈറ്റ് ഫിനിഷിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്? 2023 മോഡലിൽ ആംബിഷൻ ആണ്, 1 ലിറ്റർ ആണ് വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ്, 39,000 കിലോമീറ്റർ ഓടിയത്, പെട്രോൾ ഓട്ടോമാറ്റിക്. 39,000 കിലോമീറ്റർ തന്നെയാണ് ഓടിയിട്ടുള്ളത്. ഇതും പക്ക പ്രീമിയം സെഗ്മെന്റ് തന്നെയാണ് വരുന്നത്. മോഡൽ 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. നിലവിൽ അപ്പോൾ കമ്പനി വാറണ്ടി നൽകുന്നുണ്ടാവില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ആണ്. അതും നല്ല ഹൈ ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ലോ കിലോമീറ്റർ വാഹനം, 24 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 12,25,000. 12,25,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 1 lakh ഒക്കെ നമുക്ക് ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇവിടെ അങ്ങോട്ട് നമുക്ക് കിയയുടെ സെൽറ്റോസിൻ്റെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ വിത്ത് പനോറിക് സൺറൂഫ് ഒക്കെ വരുന്ന ന്യൂ എംബ്ലം, അതേപോലെ റെഡ് ഫിനിഷിംഗിൽ വരുന്ന ഒരു കിയ സെൽറ്റോസ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2024 മോഡൽ വെറും 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോളിന് മാനുവൽ ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ ലോ കിലോമീറ്റർ ഒക്കെ തന്നെ വരുന്നത്. ഓക്കെ, എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 14,70,000. അപ്പോൾ ഒരു ലോ കിലോമീറ്റർ ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയൊരു വാഹനമാണ്. അത് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സീറ്റ് വെന്റിലേഷന്, സൺറൂഫ്, അതും പനോരമിക് സൺറൂഫ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, മാനുവലാണ്. അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വാഹനം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 1.5 to 2 നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ്. ഫുൾ ബ്ലാക്കിലൊരു സെൽറ്റോസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് GT ലൈൻ ആണ് വരുന്നില്ല. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ GT ലൈൻ ആണ്, ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ, സിംഗിൾ ഓൺഷിപ്പ്, പെട്രോൾ ഓട്ടോമാറ്റിക്കലി, 31,000 കിലോമീറ്റർ ഓടിയത്. അപ്പോൾ ഇതും നമുക്ക് ലോ കിലോമീറ്റർ വാഹനമാണ് വരുന്നത്. സോ അന്നത്തെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, സീറ്റ് വെന്റിലേഷൻ, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ ഫുൾ ബ്ലാക്കിൽ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം. എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 16,90,000. 16,90,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും?
അതേപോലെ തന്നെ ഒരു 2 ലാഖിനുള്ളിലുണ്ടെങ്കിൽ നമ്മൾ വണ്ടി സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. ഇനി നമുക്ക് അടുത്ത് ഒരു കേയുടെ തന്നെ ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാരൻസ് ആണ്. ഇത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഒരു അടിപൊളി കളറാണ്. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നമുക്കൊരു ഹൈ ക്വാളിറ്റി അത്രയും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ. നല്ല ഹൈ ക്വാളിറ്റി റെസിസ്റ്റ് കവേഴ്സ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വിത്ത് സൺറൂഫോട് കൂടി വരുന്ന നല്ല ഫീച്ചേഴ്സും അതേപോലെ തന്നെ ഒരു 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡലിൽ പെട്രോൾ മാനുവൽ ആണ്. 12,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് ആൻഡ് വെഹിക്കിൾ ലക്ഷറി പ്ലസ്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ 12,000 കിലോമീറ്റർ ആണ്. കൂടെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലോ കിലോമീറ്റർ ഒരു 7 സീറ്റർ. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 2 ലാഖ് ഒക്കെ ഇറക്കാൻ പറ്റും. സുഖമായിട്ട് നമ്മളിവിടെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 13,50,000. 13,50. അപ്പോൾ ട്രാക്കിൻ്റെ ഏകദേശം ഒരു 2 ലാഖ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറങ്ങാം. അടുത്ത നമ്മൾ പോകുന്ന ഒരു US ബ്രാൻഡിലേക്കാണ്. ജീപ്പ് കോമ്പസ് ഡോൾ ടൂൺ ആണ്. ലിമിറ്റഡ് പ്ലസ് ആണ് വരുന്നത്. ലിമിറ്റഡ് ആണ്, ഡോൾ ടൂൺ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ ഡീസൽ മാനുവൽ. ഓ ഡീസലാണ്, മാനുവലാണ്. അതും നമുക്ക് കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വെറും 69,000 കിലോമീറ്റർ ആണ്. അപ്പോൾ ഡീസൽ അത്യാവശ്യം നല്ല പെർഫോമൻസും ഒരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റിയും നല്ല സേഫ്റ്റി ഫീച്ചേഴ്സും പ്ലസ് നമുക്ക് മൈലേജും കൂടി കൺസിഡർ ചെയ്യുന്നവർക്കൊരു ലോ കിലോമീറ്റർ ഒരു വാഹനം എന്ന് പറയാം. എത്രയാണ് നമ്മൾ ഈ ഒരു വാഹനം? ഇപ്പോൾ നമ്മൾ ക്യാപ്സിൽ ഒരു ഓഫർ പ്രൈസ് ആണ് പറയുന്നത് 10,75,000. 10,75,000 ഒരു 10 ലക്ഷം ബഡ്ജറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനം. ട്രാക്കണെങ്കിൽ ഒരു 1,75,000 ഒക്കെ വേണ്ടി മാക്സിമം നമുക്ക് ലോൺ പാസ്സാവും. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഡീസലാണ്, 69,000 കിലോമീറ്റർ, അതും മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. അടുത്ത നമുക്കൊരു ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ സിറ്റിയാണ്. അപ്പോൾ സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും സെഡാനിലെ ഒരു പ്രീമിയം സെഗ്മെന്റ്, അതേപോലെ അത്യാവശ്യം നമുക്ക് ഫീച്ചേഴ്സും അതേപോലെ തന്നെ നല്ല യാത്രാ കംഫർട്ടൊക്കെ വരുന്ന ഒരു കിടിലൻ ഐറ്റാണ്. അതിൽ സൺറൂഫ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്ന ഓട്ടോമാറ്റിക്കൽ, അതും നമ്മൾ ആഫ്റ്റർ മാർക്ക് നല്ല കോസ്റ്റ്ലി അലോയൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ജെൻ സിറ്റി, അതും വൈറ്റ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2022 മോഡൽ VX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. VXൽ CVT ഓട്ടോമാറ്റിക് ആണ്. 46,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 11,35,000. യെസ്, അപ്പോൾ ഒരു ബെസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ നമുക്കൊരു പുതിയൊരു വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങളുടെ ഡിപ്രീസിയേഷനാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. സോ അത്യാവശ്യം നമുക്ക് നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യാം. ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 1,5 രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതും 50,000 താഴെ 46,000 ആണ് വാഹനം ഓടിയിട്ടുള്ളത്. സോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് നമുക്ക് മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ലോ മെയിൻ്റെനൻസ് ആണ്, നല്ല കംഫർട്ടാണ്. അത് നമുക്ക് നല്ല പെർഫോമൻസിൽ ലോങ് ഡ്രൈവിനൊക്കെ അത്ര നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം കേട്ടോ. അടുത്ത വീണ്ടും നമുക്കൊരു സെൽറ്റോസ് തന്നെയാണ്. ഇത് നമുക്ക് IMT ഗിയർ ബോക്സിൽ വിത്ത് സൺറൂഫ് വരുന്നൊരു വാഹനമാണ്. മാനുവൽ വേണം പെർഫോമൻസിന്, എന്നാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് ലോങ് ഡ്രൈവിനൊക്കെ ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ്. IMT ഗിയർ ബോക്സിൽ വരുന്നൊരു സെൽറ്റോസ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്, സൺറൂഫ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിലെ കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ്, റിയർ AC വെന്റ്, കമ്പനി അലോയ്സ്, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡലിൽ 2023 മോഡലാണ്. പെട്രോൾ IMT സിംഗിൾ ഓണർഷിപ്പിൽ HTX ആണ്. പിന്നെ ഇത് കിലോമീറ്റർ വന്നിട്ട് 46,000 കിലോമീറ്റർ. 46,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനമാണ്. ഫീച്ചർ ജസ്റ്റ് ഒന്ന് മാറി പോയിട്ടുണ്ട്. HTK+ ആണ്. അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഓപ്ഷനാണ് അല്ലേ? എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? 11,75,000. 11,75,000 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഏകദേശം ഒരു 1 ലാഖ് ഒക്കെ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. സെൽറ്റോസ് തന്നെയാണ്, അതും ഫുൾ ബ്ലാക്കിൽ ഏറ്റവും നമുക്ക് ലേറ്റസ്റ്റ് ജനറേഷൻ തന്നെ പറയാം അല്ലേ? അപ്പോൾ നമുക്ക് കമ്പനിയിൽ ബുക്കിംഗ് ഒക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ജനറേഷനേക്കാൾ കൂടുതൽ ആളുകൾ അല്ലേ ഇതിന് ശേഷം ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ജനറേഷന് കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. കാരണം ലാസ്റ്റ് ജനറേഷന്റെ ബാക്ക് സൈഡ് ഒക്കെ ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുകളുണ്ട്. ഫ്രണ്ട് ഗ്രില്ലൊന്നും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2024 മോഡലിൽ ഡീസൽ മാനുവൽ ആണ്. HTK ആണ് ഓപ്ഷൻ വരുന്നത്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നു നമ്മൾ? 13,25,000. അപ്പോൾ ഒരു ചെറിയൊരു പ്രൈസിന് നമുക്കൊരു സെൽറ്റോസ് കൊണ്ടുപോകാം. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് തന്നെയാണ്. അത് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അത് നമുക്ക് സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അലോയ്സ്, ഒരു സൺറൂഫ് ആയിട്ടാണ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം. അതൊരു ബെസ്റ്റ് പ്രൈസിനാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? അതേപോലത്തെ ഒരു 1 ലക്ഷം 1,1,5 ലക്ഷം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. എഗെയിൻ വീണ്ടും നമുക്ക് സെയിം ജനറേഷൻ ആണ്. ഒരു അടിപൊളി കളറിൽ, അതും സൺറൂഫ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്.
അതേപോലെ തന്നെ നമുക്ക് പുഷ്പെട്ട സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, അങ്ങനെ A to Z ഈ ഒരു ജനറേഷനിൽ ഉൾക്കൊള്ളിയ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കിട്ടുന്ന ഐറ്റമാണ്. 360 ക്യാമിൻ്റെ ഒരു കുറവുണ്ട് അല്ലേ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2023 മോഡൽ HTX പ്ലസ് ആണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസൽ IMT. അപ്പൊ ഡീസലാണ്, IMT ആണ്. അത്യാവശ്യം ഡീസൽ കളക്ഷൻ ഇത്തവണ വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ സെൽറ്റോസിലൊക്കെ നമുക്ക് അത്യാവശ്യം ഡീസൽ SUV നല്ലൊരു കളക്ഷൻ ഉണ്ട്. അതും 52,000 കിലോമീറ്റർ ആണ് IMT ഗിയർ ബോക്സ്. സോ കംഫർട്ട്, മൈലേജ്, അതും ലോ കിലോമീറ്റർ. എത്ര രൂപ ചെയ്യാൻ പറ്റിയ ഒരു വാഹനം? ഇത് 14,90,000. 14,90,000 ഏകദേശം 1.5 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. എഗെയിൻ വീണ്ടും നമുക്ക് സെൽറ്റോസ് തന്നെയാണ് വരുന്നത്. ബ്ലാക്കിലാണ്, ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആണ് വരുന്നത്. സോ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. IMT ഉണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. എല്ലാ സെൽറ്റോസിൻ്റെ എല്ലാ സെഗ്മെൻറ്റും പല ജനറേഷനും നമുക്ക് അത് നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്തത് ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. അതും സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ GT ലൈൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ തന്നെ, സിംഗിൾ ഓൺഷിപ്പിൽ വരുന്നത്. 36,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പോൾ ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട്, IMT ഉണ്ട്, മാനുവൽ ഉണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. അതേപോലെ പെട്രോളിനും വരുന്നുണ്ട്. നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? 16,50,000. 16,50,000 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അതും ലോ കിലോമീറ്റർ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 2 lakh ഒക്കെ ഉണ്ട് ഇറക്കാൻ പറ്റും. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. 2 കിഡ്ലൻ സ്പോർട്ടി വെഹിക്കിൾ ആണ്. പെർഫോമൻസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് 2 ടൈഗുകളാണ് വരുന്നത്. ഒന്ന് GT, ഒരു സിൽവർ ഫിനിഷിങ്ങും അതേപോലെ തന്നെ ഒരു റയർ എഡിഷൻ വാഹനം നമുക്ക് ഇത് പരിചയപ്പെടാറുണ്ട്. ഫസ്റ്റ് തന്നെ സിൽവർ ഫിനിഷിങ്ങിൽ GT ടൈഗുണ് വിത്ത് സൺറൂഫ് എല്ലാം വരുന്ന ഒരു കിഡിലൻ ഐറ്റം. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡലിൽ 1.5 ആണ്. സിംഗിൾ ഓൺഷിപ്പ്. 29,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളിൽ ഓട്ടോമാറ്റിക്. എത്ര നമ്മൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15,50,000. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 2 lakh, 1.5 to 2 lakh ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും. നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഞാൻ അതിൻ്റെ ഒരു വെറൈറ്റി കളറാണ്, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു വരുന്നത്? 2022 മോഡലിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,50,000. അപ്പോൾ ഏകദേശം നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. വീണ്ടും നമുക്ക് സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന സെൽറ്റോസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതലുള്ള സെൽറ്റോസ് ആണ്. ഇത് എക്സൈലൈൻ എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ 7 DCTയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിൽ വരുന്ന ഒരു കിടിലൻ ഐറ്റം. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2023 മോഡലാണ്. 22 മോഡൽ 23 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ എക്സൈലൈൻ ആണ്. പെട്രോളിൽ ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ എത്രയായിരുന്നു ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 15,50,000. അപ്പോൾ നമ്മൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ 2028 വരെ വാറണ്ടി ഉണ്ട്. അതും കൂടാതെ 2 സർവീസ് ഫ്രീ സർവീസ് കിടക്കുന്നുണ്ട്. സർവീസ് വാറണ്ടി എടുത്തിട്ടുണ്ട് കസ്റ്റമർ. അപ്പോൾ അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സ്പെഷ്യൽ എഡിഷൻ ആണ്. സൺറൂഫ്, ക്രൂസ് കൺട്രോൾ, അതേപോലെ തന്നെ നമുക്ക് 360 ക്യാമ്പ്, അങ്ങനെ A to Z നമുക്ക് GT ലൈനിനേക്കാൾ കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനമാണ് അല്ലേ. അപ്പോൾ ട്രാക്ക് കാര്യങ്ങൾ ഏകദേശം 1.5 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം. ക്യാപ്സിലായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീഞ്ഞത്ത് ബൈപ്പാസിലാണ്. നമ്പറൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ലോ കിലോമീറ്ററുള്ള SUVകളൊക്കെ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് ലോ കിലോമീറ്റർ മോഡൽ കൂടിയ നല്ല കിടിലൻ കാറുകൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് ക്യാപ്സ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നൊരു വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.